നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ആഗസ്റ്റ് മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് കന്നിക്കൂറിലാണ്. ശേഷം 30 നാഴിക വരുന്നത് തുലാക്കൂറിലാണ്. കന്നിക്കൂറുകാർക്ക് 9ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കണ്ട് നല്ല ദൈവാധീനമുള്ള മാസമാണ്. അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാനായിട്ട് യോഗമുണ്ട്. തൊഴിൽ നേതൃത്വ സ്വഭാവം ഉണ്ടാകും. വീട് വിട്ട് നിൽക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ശനിപ്പഴവില്ല, വ്യാഴപ്പഴവില്ല. അത് കാരണം കൊണ്ട് തന്നെ പ്രായേണ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. കാരണം ലഗ്നാധിപതി ശുക്രനോട് യോഗം ചെയ്തിട്ട് നിപുണായോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഭാഗ്യാധിപതി ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. സർവാഭിഷ്ട സ്ഥാനത്ത് 17-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നു. അതിനുശേഷം ബുധനോട് ചേർന്ന് നിപുണായോഗം ചെയ്തിട്ടാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ചെയ്യുന്ന പ്രവൃത്തി വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്ത് തൊഴിലാണെങ്കിലും അത് കാരണം കൊണ്ട് മറ്റുള്ളവരെ അഭിനന്ദനത്തിന് അർഹതയുണ്ടാവും. ഭവന സംബന്ധമായിരിക്കുന്ന സുഖമുണ്ട്. കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. ചെയ്യുന്ന തൊഴിലിന് തക്കതായിരിക്കുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. എന്ത് തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നാലും അതിനൊക്കെ അതിജീവിക്കാനായിട്ട് 9ൽ നിൽക്കുന്ന വ്യാഴം ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് സാധിക്കുന്നതാണ്. എന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന ഘടകാരകനായിരിക്കുന്ന കേതുവാണ്. അത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടുക. എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്താലൊക്കെ അത് നടപ്പിലാക്കേണ്ട സമയം വരുമ്പോൾ ഒരു തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്നതുകൊണ്ട് നാഗദോഷം കുറച്ച് പ്രബലമാണ്. അത് കാരണം നാഗപൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുക. അതുപോലെ തന്നെ ഗണപതി ഹോമം നടത്തുക. ഈ മുതലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ച, അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് സാധിക്കുന്നതാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അഷ്ടമേ ഹരതോ ബാലിന്ന, ബാലിക്ക് ഒളിയമ്പേറ്റ രീതിയിൽ സ്വന്തം മനസ്സറിയാതെ ദൈവഗത്യ വരുന്ന തടസ്സങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പല രീതിയിലുള്ള ദുരിതങ്ങളും അനുഭവപ്പെടാനും മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാനും ഒറ്റപ്പെടൽ പോലെയുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ലഗ്നാധിപതി നിൽക്കുന്നത് ബാധാസ്ഥാനത്താണ്. സൂര്യനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഭാഗ്യാധിപതിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ടെങ്കിൽ പോലും ദുരിതഭവനാധിപത്യം കൂടി ഉള്ളത് കാരണം കൊണ്ട് സഹായിക്കേണ്ടവരുടെ തന്നെ പെരുമാറ്റം അപ്രിയമായിട്ടൊക്കെ തോന്നാനും മാനസികമായിട്ട് കുറച്ച് നിരാശ പോലെയുള്ള കാര്യങ്ങൾ, അലസത, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രുസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നതുകൊണ്ട് പ്രബലമായിരിക്കുന്ന ശത്രുദോഷം അനുഭവപ്പെടുക. 7ാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗം ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക, ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.